ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടതിന് പിന്നാലെ തന്നെ ശരത്തിൻ്റെ വീഡിയോ വൈറലാകുന്നുണ്ട്. വൈറലാക്കുന്നത് നമ്മുടെ ആന്റണി ഏർപ്പെടുത്തിയ ആളാണ് കേട്ടോ. അങ്ങനെ ആന്റണിയുടെ ശ്രുതിയുടെ ലക്ഷ്യം പോലെ തന്നെ ഈ ഒരു വീഡിയോ വൈറലാവുകയും ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് ശരത്തിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി ഇടപെട്ട് ചന്ദ്ര അവിടുന്ന് പിന്മാറി പോകുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ചന്ദ്ര പറയുന്നുണ്ട്, ഏത് വിധേനയും ഞാൻ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്നും പറഞ്ഞൊരു വാശിയോട് കൂടി തന്നെയാണ് അവിടുന്ന് പോകുന്നത്. ചന്ദ്ര മനസ്സിൽ കണ്ടതുപോലെ തന്നെ ചന്ദ്ര കേസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ വൈറലായതുകൊണ്ട് തന്നെ തലപ്പത്തുള്ള പോലീസുകാർ വരെ കാണുകയും ആ ലോക്കലിലുള്ള SI വിളിച്ചതിന് ശേഷം നിങ്ങളുടെ പരിധിയിലുള്ള മോഷണം നടന്നത് അവനെ ഇതുവരെ പിടിക്കാത്ത എന്താ, വീഡിയോയുടെ താഴെ കിടക്കുന്ന കമന്റുകൾ മുഴുവൻ പോലീസുകാരെ കുറ്റപ്പെടുത്തിയതാണല്ലോ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ എത്രയും വേഗം അവൻ അറസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ഈ ഒരു നാണക്കേടിൽ നിന്ന് മാറാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ SI പറഞ്ഞ പ്രകാരം 2 പോലീസുകാർ ചേർന്ന് ശരത്തിന്റെ വീട്ടിൽ ചെന്ന് ശരത്തിനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്നാൽ ശരത്ത് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്രയും വേഗം ശരത്തിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് സച്ചിയോട് പറഞ്ഞിട്ടാണ് പോലീസുകാർ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത് നമ്മുടെ ശ്രുതിയുടെ കുബുദ്ധി മൂലമാണല്ലേ. ശ്രുതി നവീനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റണിയെ പോയി കാണുന്ന സമയത്ത് ആന്റണിയാണ് ഇങ്ങനെ സച്ചിയുടെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അത് തനിക്ക് തന്നാൽ മാത്രമാണ് താൻ നവീനെ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പം ഉണ്ണിയപ്പം തിന്നാൽ രണ്ടുണ്ടോ ഗുണമെന്ന് പറയുന്ന പോലെ ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആന്റണി നവീൻ്റെ കാര്യം കൈകാര്യം ചെയ്യുക മാത്രമല്ല എന്നേക്കുമായിട്ട് സച്ചിയുടെ രേവതിയുടെ ശല്യം ഒഴിവാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ശ്രുതി കുറച്ചാണെങ്കിലും കഷ്ടപ്പെട്ടാണ് സച്ചിയുടെ ഫോൺ കയ്യിലാക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോണിലെ വീഡിയോ എല്ലാം വൈറലായതിനു ശേഷം ഈ ഒരു ഫോൺ തൻ്റെ കയ്യിലിരിക്കുന്ന സേഫ് അല്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഫോണിലെ സിം മാറ്റിയതിനു ശേഷം ഫോൺ മീരയുടെ കൈകളിലേക്കായിട്ട് ഏൽപ്പിച്ചിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടൊരു കായലുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നീ എറിഞ്ഞു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. എന്നാൽ മീര എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നശിപ്പിക്കുന്നില്ല. ഫോണും ഫോണിൽ അടങ്ങിയിരിക്കുന്ന വീഡിയോയും എല്ലാം തന്നെ സേഫായി തന്നെ മീരയുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീരയുടെ വീട്ടിലേക്ക് ശ്രുതി ചെല്ലുന്ന സമയത്ത് ഫോൺ നശിപ്പിക്കാത്തതിന്റെ പേരിൽ മീരയെ ശ്രുതി വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മീര പറയുന്നത്, നീ ഒരു വീഡിയോ കണ്ടേ സച്ചി രേവതി എന്ത് നല്ല കപ്പിൾസ് ആണ്, അവർ തമ്മിൽ എന്തോരം വീഡിയോ ഫോട്ടോസ് ഇതിനകത്തുള്ളതെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് തീരെ പിടിക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ നശിപ്പിക്കാൻ പറഞ്ഞാലേ പിന്നെ നീ എന്ത് കാര്യത്തിന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന നേരത്ത്, അല്ല ശ്രുതി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് സച്ചിയെ പോലെ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയിരുന്നെങ്കിൽ ഏത് പെൺകുട്ടി ആഗ്രഹിച്ചു പോലെ, അതുമാത്രമല്ല രേവതിയെ പോലെ ഒരു നല്ല ഭാര്യയാവാനും ഈ ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ കണ്ടാൽ പോലെ എന്നൊക്കെ ഇങ്ങനെ മീര പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് അതൊന്നും ഇഷ്ടപ്പെടും. ശ്രുതി വേഗം പറയുന്നുണ്ട്, മീര നീ അവരെ പുകഴ്ത്തി പറയാൻ നീ മര്യാദയ്ക്ക് ഈ ഒരു ഫോൺ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നശിപ്പിച്ച് കളാ, എങ്ങനെ യാദൃശികമായി തന്നെ രേവതി ഇങ്ങോട്ടേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പൊളിയുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ വീട്ടിലേക്ക് എന്ത് കാര്യത്തിന് രേവതി കയറി, അങ്ങനെയൊന്നും വരികയില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ ഈ ഒരു സമയം തന്നെ നമ്മുടെ രേവതിനെ പ്രണയിക്കാനായിട്ട് ഒരാൾ നോക്കുകയാണ് കേട്ടോ. രേവതി പലയിടങ്ങളിൽ വെച്ച് രേവതിയെ കാണുകയും രേവതിനെ തന്നെ നോക്കി നിൽക്കുക കാണുമ്പോൾ തന്നെ രേവതി ചിന്തിക്കുന്നു, ശനി അങ്ങനെ ഇവൻ കള്ളനായിരിക്കോ, എൻ്റെ എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും എന്നുള്ളൊരു പേടിയോട് കൂടി തന്നെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇദ്ദേഹം പുറകെ വരുന്നതുകൊണ്ട് തന്നെ രേവതി ചിന്തിക്കുന്നുണ്ട്, ഇവിടെ അടുത്താണല്ലോ മീരയുടെ വീട്, വേഗം അങ്ങോട്ട് ചെന്ന് കയറാമെന്നും പറഞ്ഞുകൊണ്ട് മീരയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നേരം തന്നെയാണ് ശ്രുതിയും മീരയും കൂടി ഈ ഒരു ഫോണിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളിംഗ് ബെൽ അടിച്ചത് രേവതിയാണ് എന്നറിയാതെ തന്നെ മീര ഡോറ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രേവതി വേഗം പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ ഒരിടത്തും വരുന്നുണ്ടായിരുന്നു, അവൻ കള്ളനാണെന്ന് തോന്നുന്നു, കുറേ നാളുകളെ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി, മീര എനിക്ക് പേടിയാകുന്നു, ഞാനപ്പോൾ ഇതിൽ പോയ സമയത്ത് നിൻ്റെ വീട് ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓടി വന്ന് കയറിയതാണെന്നൊക്കെ പറയുമ്പോഴാണ് അകത്ത് നിൽക്കുന്ന ശ്രുതിയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ രേവതി ശ്രുതി നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനത് പേടിച്ചു പോയി, ഒരുത്തർ എന്നെ ശല്യം ചെയ്ത് പിന്നാലെ വന്നിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും മീരയുടെ കയ്യിൽ സച്ചിയുടെ ഫോൺ ഉണ്ട്. എന്നാൽ ആ ഒരു ഫോണിലേക്ക് ഒന്നും തന്നെ രേവതി ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മീര രേവതിനെ സോഫയിലേക്ക് ഇരുത്തിയതിന് ശേഷം ഇവിടെ നിൽക്കുക, ഞാൻ അവൻ അവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പുറത്ത് പോയി നോക്കിയതിന് ശേഷം തിരികെ വരികയാണ്. അപ്പം രേവതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് മീര സമാധാനിപ്പിച്ചിട്ട് പറയാണ്, നീ ഇവിടെ ഇരിക്കും, ഞാൻ കുറച്ച് വെള്ളം കൊണ്ടു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള സച്ചിയുടെ ഫോൺ രേവതിയുടെ അടുത്തേക്ക് വെച്ചതിന് ശേഷമാണ് വെള്ളം എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രേവതിയുടെ അടുത്ത് തന്നെ മീര ഫോൺ വെച്ചിട്ട് പോയിരിക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് ശ്രുതി ആകെ പേടിച്ച് വരച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എങ്ങാനും രേവതി മീര വെച്ചിരിക്കുന്ന ആ ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാണ് കഷ്ടപ്പെട്ടതെല്ലാം തന്നെ വെറുതെ ആ ഒരു ടെൻഷനോട് കൂടി തന്നെ ഇരിക്കുന്ന സമയത്ത് മീര വെള്ളവുമായിട്ട് വരുന്നുണ്ട്. രേവതി വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ മീരയെ നോക്കി ശ്രുതി ഫോൺ എടുക്കാനായിട്ട് ആവശ്യപ്പെടും. ആ ഒരു സമയത്ത്
സമയത്താണ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഓർത്ത് തന്നെ വീര ആ ഒരു ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ രേവതി വേഗം തന്നെ വെള്ളം കുടിച്ചതിന് ശേഷം ഫോൺ വെച്ചിരിക്കുന്ന സൈഡിലേക്ക് ഗ്ലാസ് വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട് രേവതി ആ ഗ്ലാസ്സിൽ നിന്നിട്ട് ഞാൻ കഴിവ് വെച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗ്ലാസ് മേടിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയോട് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കച്ചവടമല്ലേ, എത്രയും വേഗം പോകാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നത് ശരിയാ ശ്രുതി, കുറച്ചധികം പൂക്കൾ കൊടുക്കാൻ എന്തായാലും അവൻ പോയി എന്നല്ലേ പറഞ്ഞത്. പിന്നെ ശ്രുതി വീട്ടിൽ ചെന്നതിന് ശേഷം ഇവർ ആരോടും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. എൻ്റെ കൺമുന്നിൽ സച്ചിയുടെ ഫോൺ ഇരുന്നിട്ടും രേവതി അതൊന്നും കാണാതെ തന്നെ പോകുന്നത് കേട്ടോ. എന്നാലും ഈ ഒരു ഫോൺ സച്ചിയുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. മറക്കാതെ എല്ലാവരും തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.